ഹലോ ഗൈസ്, വെൽക്കം ടു Protips. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. പിന്നെ എങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനലിൽ കീവേഡ്സ് ആഡ് ചെയ്യാം എന്നുള്ളതുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ യൂട്യൂബിൻ്റെ ഹോം പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ യൂട്യൂബ് സ്റ്റുഡിയോ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് സെറ്റിങ്സ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ നിങ്ങൾ ജനറൽ ചാനൽ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് കണ്ടില്ലേ, അതിൽ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ഇൻഫർമേഷൻ കിട്ടും. അതിൽ നിങ്ങൾക്ക് കീവേഡ്സ് എന്നുള്ളതെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കീവേഡ്സ് എൻ്റർ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ചാനൽ ടെക്നോളജിയാണ് ആൻഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഞാൻ അതിന് സംബന്ധപ്പെട്ട കാര്യങ്ങളാണ് കീവേഡ്സ് ആയിട്ട് ചേർക്കുന്നത്. പിന്നെ കീവേഡ്സ് ചേർക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങളുടെ ചാനൽ എന്താണോ എന്നതാണ് നമ്മൾ നിങ്ങളുടെ വ്യൂവേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഈ കീവേഡ്സ് വഴിയാണ്. അവർ നിങ്ങളുടെ ചാനലിൻ്റെ പേജിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ കീവേഡ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ചാനൽ എന്താണെന്നുള്ളത് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയണമെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന കറക്റ്റ് ആൻഡ് സ്പെസിഫിക് കീവേഡ് മാത്രമേ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ടെക്നോളജി ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്നോളജി, ബേസിക് കമ്പ്യൂട്ടർ നോളജ്, സോഫ്റ്റ്വെയർ സ്കിൽസ്, എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ ആൻഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കീവേഡ്സ് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ചാനൽ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്, പിന്നെ എഡ്യൂക്കേഷനും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി വരുന്ന എല്ലാ കീവേഡ്സും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ടെക്നോളജി, ബേസിക് കമ്പ്യൂട്ടർ നോളജ്, സോഫ്റ്റ്വെയർ സ്കിൽസ്, ടിപ്സ് ആൻഡ് ട്രിക്സ്, സോഫ്റ്റ്വെയർ ടിപ്സ്, കമ്പ്യൂട്ടർ സ്കിൽസ്, MS ഓഫീസ്, പവർ പോയിൻറ്റ്, എക്സൽ, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് അറിയാമെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന വ്യൂവർക്ക് മനസ്സിലാവും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ടോപ്പിക്സാണ് നിങ്ങളുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് എന്ന്. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സോഫ്റ്റ്വെയർ, ഇത്രയും കീവേഡ്സാണ് ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന്ന് എൻ്റെ ചാനലിലേക്ക് വരുന്ന പുതുതായിട്ട് വരുന്നൊരു വ്യക്തിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ എന്താണെന്ന് മനസ്സിലാവാൻ പറ്റും. പിന്നെ നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കൺട്രി. ഏത് കൺട്രിയാണ്? ഞാൻ ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. നമ്മുടെ സെറ്റിങ്സ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി സെറ്റിങ്സിൽ പോവാം. ഇതിൽ ഇനിയും കുറച്ച് സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതിൻ്റെ ഫസ്റ്റ് ജനറലിൽ ഡിഫോൾട്ട് യൂണിറ്റിൽ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് സെലക്ട് ചെയ്യും, സേവ് കൊടുക്കും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ ഒക്കെ വരുമ്പോൾ അത് ഏത് ഇതിലാണ് നമുക്ക് കാണിക്കേണ്ടത് എന്നുള്ളതാണത്. അടുത്ത് ഞാൻ ചാനലിൽ പോയിട്ട് ബേസിക് ഇൻഫർമേഷനിൽ താഴെ കസ്റ്റമൈസ് ചാനൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പേജ് കിട്ടും. ചാനൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള പേജാണിത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തംബ്നെയിൽ മാറ്റാം, അതായത് പ്രൊഫൈൽ പിക്ചർ, പിന്നെ ഒരു ചാനൽ ആർട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഫീച്ചർ കണ്ടൻറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എൻ്റെ ചാനലിൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനവിടെ ഫീച്ചർ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുക. ഈ വീഡിയോയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ, ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഹാൻഡ് റൈറ്റിംഗ് ടെക്സ്റ്റ് ഇഫക്റ്റാണ് പവർ പോയിൻറ്റിൽ. അപ്പോൾ ഞാൻ അതുമായി സംബന്ധപ്പെട്ട ഒരു ഹെഡിങ് അവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതേത് ഡിഷാണ് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലേൺ പവർ പോയിൻറ്റ് ബെസ്റ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് കൊടുക്കുകയാണ്. ഇനി ഞാൻ സേവ് ചെയ്യുന്നു. ഇനി ഇവിടെ ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഫീച്ചറാവും, നമ്മുടെ പേജിൽ അത് ഫീച്ചറാവും. ഇനി പുതുതായി വരുന്ന വിസിറ്റേഴ്സിന് നമ്മുടെ ചാനലിൽ വേണമെങ്കിൽ ഒരു ട്രെയിലർ കൊടുക്കാം. നമ്മുടെ ചാനൽ എന്തിനെക്കുറിച്ചാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാവുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അങ്ങനത്തെ വീഡിയോ അവൈലബിൾ അല്ല. ഇനി നമുക്ക് അടുത്ത ഡിസ്ക്രിപ്ഷനിലേക്ക് വരാം. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ചാനലിൽ നമ്മൾ കീവേഡ്സ് കൊടുത്തില്ലേ,
അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ കുറിച്ചൊരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കാം. ഇപ്പോൾ കുക്കിംഗ് ചാനലാണെങ്കിൽ ഞാനിങ്ങനെ കുക്കിംഗ് ആണ് ചെയ്യുന്നത്, ഇത് ഇങ്ങനത്തെ ഡിഷസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുക്കിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് സംഭവങ്ങൾ കൊടുക്കാം. ടെക്നോളജി ആണെങ്കിൽ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കാം, എഡ്യൂക്കേഷൻ ആണെങ്കിൽ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ബിസിനസ് ഇമെയിൽ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് റവന്യൂ ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ അവർ കോൺടാക്റ്റ് ചെയ്യുക ഈ ഇമെയിൽ വഴിയായിരിക്കും. ഇവിടെ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഡണ്ണ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലിങ്ക്സ് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാവുന്നുള്ളൂ. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം അതിൻ്റെയൊക്കെ ലിങ്ക്സ് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഞാനിതിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോവുകയാണ്. ഇതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണിത്. നിങ്ങളുടെ വീഡിയോ കിഡ്സിന് വേണ്ടിയുള്ളതല്ല എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഡിസ്പ്ലേ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് കണ്ടോ, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഇതിൽ നമ്മൾ അഡ്വാൻസ്ഡ് ചാനൽ സെറ്റിങ്സിൽ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്കിപ്പം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ്, സ്വന്തമായി വെബ്സൈറ്റുള്ള ആളുകൾക്ക് അവിടെ വെബ്സൈറ്റ് ആഡ് ചെയ്യാം. പിന്നെ ചാനൽ റെക്കമെൻഡേഷൻ എന്നുള്ളിടത്ത് അലോ മൈ ചാനൽ ടു അപ്പിയർ ഇൻ ദ ചാനൽസ് റെക്കമെൻഡേഷൻ, ഇത് നമ്മൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് മറ്റുള്ള ചാനലിൽ കാണിക്കുകയുള്ളൂ. അടുത്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യണോ വേണ്ടേ എന്നാണ് സബ്സ്ക്രൈബർ കൗണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുത്തിട്ട് സേവ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റിങ്സൊക്കെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള ടിപ്സുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.